നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസം 30-ാം തീയതി മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 മീനമാസം 16-ാം തീയതി മുതൽ മീനമാസം 22-ാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ശുക്രനാണ്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ മകൻ നക്ഷത്രത്തിലാണ് നാം വാരഫലം ഇവിടെ പ്രവചിക്കുന്നത്. അതിനാൽ ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, മീനത്തിൽ ആദിത്യനും ശനിയും. ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിയിൽ ചന്ദ്രനും കേതുവുമുണ്ട്. 7-ാം ഭാവത്തിൽ ചൊവ്വ ബുധൻ രാഹു, അഷ്ടമത്തിൽ സൂര്യൻ ശനി, 9-ാം ഭാവത്തിൽ ശുക്രൻ, 11-ാം ഭാവത്തിൽ ജാതകത്തിലേക്ക് വ്യാഴം. ഇവിടെ ഏറ്റവും അധികം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം ആരോഗ്യം ശ്രദ്ധിക്കണം. വൈകല്യവാനായ ദുരിതപതിയായ ചന്ദ്രനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേഹത്തിന് ക്ഷീണമുണ്ടാവുക, ദരിദ്രനാവുക, സാമ്പത്തിക വിഷയത്തിൽ ക്ലേശങ്ങളൊക്കെ വരും. അതിനാൽ വളരെ ജാഗ്രത പാലിക്കണം ആരോഗ്യ വിഷയത്തിൽ. പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർക്കുണ്ടാകുന്ന രോഗം സിംഹിയെ കുക്ഷി അക്ഷിജഹ രോഗ, കുക്ഷി വയറ്, അക്ഷി കണ്ണ്. അപ്പോൾ കണ്ണുകൾക്കും വയറിനും. ഇവിടെ അഷ്ടമത്തിൽ സൂര്യനും ശനിയുമാണ്. വളരെയധികം കണ്ണുകൾ ശ്രദ്ധിക്കണം. പൈൽസിൻ്റെ ബുദ്ധിമുട്ടും വളരെയധികം വരും. ഒരു സമയദോഷമുണ്ട് എന്നറിയുക. സാമ്പത്തിക വിഷയത്തിൽ പല കാര്യങ്ങൾക്കും നന്മകൾ വരും. കാരണം 9-ാം ഭാവത്തിൽ ജാതകത്തിലേക്ക് ശുക്രനാണ്. ധനകാര സ്ഥാപനങ്ങൾ, പലിശ അല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെടുന്ന ഷെയർ മാർക്കറ്റിംഗ്, സ്വർണം, കമ്മോഡിറ്റീസ്, ഇതുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ നല്ല സമയമാണ്. അപ്രകാരം തന്നെ സന്താന വിഷയത്തിന് വളരെ അനുകൂലമായ സമയമാണ്. സന്താന ശ്രേയസ്സിനായി മക്കൾക്ക് വേണ്ടി അവരുടെ പഠനം, അവരുടെ ഭാവി, വിദേശയാത്ര, അവരുടെ ബാങ്ക് ആയി ബന്ധപ്പെടുന്ന ലോൺ, ഇതൊക്കെ വളരെ അനുകൂലമായി നടക്കുന്ന വാരമാണിത്. അതിനുവേണ്ടി ഉത്സാഹിക്കണം. ഇപ്പോഴേ ഉത്സാഹിച്ചാൽ ഏപ്രിൽ മാസം 14-ാം തീയതി സൂര്യൻ അത്യുച്ചത്തിൽ മേടത്തിലേക്ക് വരും. വളരെ അനുകൂലമായ സമയമാണ്. അതിനാൽ ചെറിയ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക. നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും വഴിപാടായി ചെയ്യണം. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. ഓം ത്രയംബകം യജാമഹേ സുഗന്ധി പുഷ്ടിവർദ്ധനം ഊർവാരോഗ്യമിവ ബന്ധനാത് മൃത്യുർമുക്ഷീയ മാമൃതാത് എന്ന മന്ത്രം ജപിച്ചാൽ പലപ്പോഴും ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ശിവനെ ഭജിക്കലാണ് ഇവിടെ ഏറ്റവും നല്ലത്. ഓം നം ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം പോലും വളരെയധികം ഉപകാരപ്രദമായി തീരും. ചിങ്ങൻ രാശിക്കാർക്ക് എന്നറിയുക. നന്ദി, നമസ്തേ.